ചില സ്ത്രീകളുടെ കൂട്ടത്ത് ജീവിക്കുന്നത് തേളിൻ്റെ വാലെ പിടിക്കുന്ന പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ഇപ്പം ചില സ്ത്രീകളുടെ അടുത്ത് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയെ ഒരിക്കലും ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞിട്ട് നടക്കില്ല. അവരവരുടെ സ്വഭാവം കാണിക്കും, അവരുടെ പാരമ്പര്യത്തിൻ്റെ ഗുണം കാണിക്കും, അവരുടെ ബ്ലഡിലുള്ള ഒരു ഇതുണ്ടാവും, അത് അവർ മരണം വരെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ടാണ് ബൈബിള് പറഞ്ഞത്, ദുഷ്ട സ്ത്രീയുടെ കൂട്ടത്തിൽ ജീവിക്കുന്നത് തേളിൻ്റെ വാലെ പിടിക്കുന്ന പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ചില സ്ത്രീകളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഭർത്താക്കന്മാർക്ക് ഒരിക്കലും നന്മ ഉണ്ടാവില്ല, ഐശ്വര്യം ഉണ്ടാവില്ല. കാരണം ഒരു സ്ത്രീയെ ഒരു പുരുഷൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മരണം വരെയാണ് ആ പുരുഷൻ്റെ എല്ലാ കാര്യത്തിനും നിൽക്കുക എന്നുള്ളതാണ് ആ സ്ത്രീയുടെ കടമ. പക്ഷേ ഇന്നിപ്പോൾ പല സ്ത്രീകളും തിരിഞ്ഞു. അപ്പം ഹോം നേഴ്സായിട്ട് പോകുന്ന ഒരു സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 100-ൽ ഒരു 75% തരികട സ്ത്രീകളാണ്. കാരണം ഇവളുമാർക്ക് നല്ല വരുമാനം കിട്ടും. ആഴ്ചയ്ക്ക് 4 ദിവസം ഇവർ വീടുകളിൽ ജോലിക്ക് പോവും, 5-ാമത്തെ ദിവസം ഇവർ വേറെ എവിടെയെങ്കിലും പോവും. ഇവരെ കൊണ്ടുപോകാൻ ആളും ഉണ്ടാവും. ഇവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കാനും പൈസ കൊടുക്കാനും ആഡംബര ഭക്ഷണത്തിനും ഒക്കെ ആയിട്ട് ഇവരെ കൊണ്ടുപോകാൻ ആളുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പം ഇവരൊരു കാരണവശാലും ഇവരെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരായിരിക്കും. ഭർത്താക്കന്മാരെ ഇവരൊരു കാരണവശാലും സ്നേഹിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല. കാരണം ഈ കട്ട് തിന്ന് രുചി പഠിച്ച സ്ത്രീകൾ ഒരിക്കലും നിൽക്കില്ല. അവർക്കതൊരു മാസ്മരിക സുഖമാണ്. അതിനകത്തൊരു പാരമ്പര്യം ഉണ്ട് ഒരു പരിധിവരെ. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, അമ്മ വേലി ചാടിയാൽ മകൾ മതിൽ ചാടുന്നു. അത് ഒരു പരിധിവരെ സത്യമാണ്. അപ്പം ഭർത്താവിന് എത്ര നല്ലവനാണെന്ന് പറഞ്ഞാലും ഈ കാമം പൂണ്ട് നടക്കുന്ന സ്ത്രീകളുണ്ട്, പിഴച്ച സ്ത്രീകൾ. അതിന് കണക്കായിട്ടുള്ള ജോലിയാണ് ഹോം നേഴ്സിംഗ് ജോലി എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ ഹോം നേഴ്സായിട്ട് പോകുന്ന ഒരു പരിധി വരെ എല്ലാം പിഴച്ചതുങ്ങളാണ്. അവരൊരിക്കലും ഭർത്താവിന് സന്തോഷം കൊടുക്കുകയോ സ്നേഹിക്കുകയോ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ജീവിക്കുകയോ ചെയ്യല. ഈ നശിച്ച സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം ചില ഭർത്താവിന് വേദനിച്ച് മാത്രമേ ജീവിക്കേണ്ടി വരുള്ളൂ. ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, എപ്പോഴും ചാറ്റിക്കൊണ്ടിരിക്കുന്ന ഭാര്യയുടെ കൂട്ടത്തിൽ ജീവിക്കുന്നതൊക്കെ തട്ടുമ്പുറത്ത് കയറിയിരിക്കണം എന്ന് പറഞ്ഞല്ലേ? സത്യമല്ലേ? ചാറ്റൽ മഴ പോലെയുള്ള സ്ത്രീകൾ, ചാറ്റൽ മഴ പോലെ പെയ്യുന്ന മഴയ്ക്ക് തുല്യമാണ് ചില സ്ത്രീകൾ. അപ്പം അങ്ങനെയുള്ള സ്ത്രീകളുടെ കൂടെ ജീവിക്കുന്ന ഭർത്താവിന് ഒരിക്കലും സമാധാനം കിട്ടിയല്ല, അതുണ്ടാവില്ല. കാരണം അവർ അവരുടെ സ്വഭാവം തീർച്ചയായിട്ടും കാണിച്ചുകൊണ്ടിരിക്കും.